ഹായ്, ഞാൻ നീലിമ. ഇന്ന് ഞാനൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷേക്കാണിത്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ മിൽക്ക്, പിന്നെ ഞാലിപ്പൂവൻ പഴം, പഞ്ചസാര. ഇതാണ് ശരിക്കും ഷാർജ ഷേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ്. ബട്ട് നമ്മൾ കുറേ വേരിയേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങാറുള്ളത്. എൻ്റെ ഒരു സ്റ്റൈല് ഷാർജ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണ്. അത് തന്നെ വേണം നമുക്ക്. ഞാനിവിടെ 2 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ 3 ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ 2 ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കൊക്കെ നമുക്ക് അതിന് പകരം ഹണി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് പീനട്ട്സ്, കപ്പലണ്ടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് നല്ല ഫ്രോസൺ മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത്. ഇനി നമ്മുടെ ഷേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിരിക്കും നമ്മുടെ ഈ ഷേക്ക്. ഇനി നമുക്ക് കുറച്ച് കോഫി പൗഡർ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബിസ്ക്കറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് പീനട്ട്സും കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു വേർഷനാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ഇതിൽ ബിസ്ക്കറ്റ് പൗഡറിൻ്റെ പകരമായിട്ട് ബൂസ്റ്റോ ബോൺവിറ്റയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്